ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തും ബ്രോ, ഒന്ന് ചേർന്നേക്കാം, ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? സംഭവം ഹാപ്പിയാണ്. പെട്ടെന്ന് വെഡിങ് ഉണ്ടാവുന്ന ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു. എക്സൈറ്റഡ്. ആളൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് രോഹിത് നായർ, എഞ്ചിനീയറാണ്. ചെന്നൈയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ പഞ്ചാബാണ്. പേരൻസ് ഒക്കെ പത്തനംതിട്ട വില്ലേജസാണ്. എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ശരിക്കും മാട്രിമോണിയാണ്, ഷാദി ഡോട്ട്. ആൾക്ക് മലയാളം അറിയൂ? മലയാളം കേട്ടാൽ മനസ്സിലാവും. കേട്ടാ മനസ്സിലാവും. എന്താണ് ഏറ്റവും ലവ് മാരേജ് ആണോ? അല്ല, അതായത് ശരിക്കും രോഹിത്തിൽ എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തത്? അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ലാത്തത്. അത് തന്നെയാണ് മെയിൻ റീസൺ. പുള്ളി ആഫ്റ്റർ മാരേജ് പുള്ളിയിൽ മാറ്റിയെടുക്കണമെന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ എന്താണ്? അയ്യോ, അതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഫ്യൂ മന്ത്സേ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, മാറ്റിയെടുക്കാനുള്ള സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ല. അതെ, ആരും പെർഫെക്റ്റ് അല്ല, എന്നാലും ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇനി തോന്നിയാൽ അത് ഷെയർ ചെയ്യും. ഫ്യൂ മന്ത്സ് പരിചയം ഉണ്ട് പറഞ്ഞില്ല. എത്ര മാസത്തെ പരിചയം? ഒരു 4-5 months. ബൈശന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ആളെ സെലക്ട് ചെയ്തപ്പോൾ? അച്ഛൻ അങ്ങനെ പൊതുവേ എന്നോടൊരു ഒന്നിനും എതിർപ്പൊന്നും പറയാറില്ല. പിന്നെ ഈ മലയാളം അറിയില്ലാത്തതുകൊണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ പുള്ളി ഓക്കെ. ശരിക്കും മാട്രിമോണി വഴി സെലക്ട് ചെയ്തെങ്കിലും ഔട്ട്സൈഡ് കേരളയിലുള്ള ആളെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു? അങ്ങനെ സ്റ്റേറ്റ് നോക്കിയല്ലല്ലോ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്, ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ. ഞാൻ സ്റ്റേറ്റിനൊന്നും പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താ ചെയ്യണം പുള്ളി? രോഹിത് പുള്ളി ഇപ്പം എഞ്ചിനീയറാണ്. വേൾഡ് ട്രേഡ് സെന്ററിൽ ആമസോണിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വിത്തിൻ 1 year അബ്രോഡ് മൂവ് ചെയ്യും. ഐശ്വര്യ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ കരക്കോണം മെഡിക്കൽ കോളേജിലായിരുന്നു. ഞാൻ പാസ് ഔട്ട് ആയി. ഓക്കെ. ഇനിയിപ്പോൾ ചെന്നൈ പോയി ജോയിൻ ചെയ്യണം. ആഫ്റ്റർ വെഡിങ് എന്താ പ്ലാൻ രണ്ടുപേരുടെ? വെഡിങ് കഴിഞ്ഞിട്ട് ഒരു 2 weeks ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇത്രയും മാസം നല്ല ഓട്ടം വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യണം. കല്യാണത്തിന് താരങ്ങളൊക്കെ വിളിച്ചിരുന്നു? എല്ലാവരും വന്നോ? വിളിച്ചവരൊക്കെ വന്നോ? ഇല്ല, മാരേജിന് സെലിബ്രിറ്റീസിനെ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അധികം എല്ലാവരും റിസപ്ഷൻ ആയിരിക്കും വരുന്നത്. Rohit, share positive negative character of Aishwarya. Sorry? Positive and negative characters. Negative is I would need some time, but there are a lot of positives, I guess. Best is that she's very sweet inside and outside. She's very beautiful. I think that's something I like the most about her. More attractive factor എന്താണ് ഐശ്വര്യയിൽ? I think it started with the looks, and then when I started talking to her, I was impressed even further. So I think inside out she's ആക്ടർ ബൈജു ചേട്ടന്റെ മകളാണെന്ന് അറിയാമായിരുന്നു? ഇല്ല. no. അറിയില്ലായിരുന്നു. Lately only I came to know her. ഓക്കെ. അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു? I haven't watched Malayalam movies, so it was just normal for me. നീ കാണോ? I'll try. ഐശ്വര്യ എന്തായാലും ബൈജു ചേട്ടന്റെ മകളാണല്ലോ, അപ്പൊ ആക്ടിങ് എന്തുകൊണ്ട് നോക്കിയില്ല? ഒന്നാമത്തെ കാര്യം വീട്ടില് സ്ട്രിക്റ്റ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട്. അപ്പം പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ട്രാക്കിലായിരുന്നു. പിന്നെ ആർട്സിനെ കുറിച്ച് തിങ്ക് ചെയ്തിട്ടില്ല. പിന്നെ എന്ത് തന്നെ പാഷനായിരുന്നു MBBS, അങ്ങനെ ജോയിൻ ചെയ്ത. പഞ്ചാബാണ്. നീ കല്യാണം കഴിഞ്ഞ പഞ്ചാബിൽ സെറ്റ് ചെയ്യണോ? ഇല്ല, ഞങ്ങള് അബ്രോഡ് പോകണം, മൂവ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഒന്ന് ഒരുമിച്ച് നിൽക്കുക, ഒരു ഫോട്ടോ എടുക്കാം. ചേർന്ന് ഓക്കെ. ഓക്കെ.